ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദേവഗണത്തിൽ വരുന്നതായ ഒരു സാത്വികമായിട്ടുള്ള നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം. സ്വതന്ത്രശീലം ഇഷ്ടപ്പെടുന്നവരും സ്വന്തമായിട്ടുള്ള അധ്വാനത്തിലൂടെ തൻ്റെ പരിശ്രമത്തിലൂടെ ആരോടും കടപ്പാടില്ലാതെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം ബുദ്ധിപരമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതായ ഈ അശ്വതി നക്ഷത്രക്കാരിൽ കുറച്ച് കാലങ്ങളായിട്ടുണ്ടായിരുന്നതായിട്ടുള്ള ആഗ്രഹങ്ങൾ സഫലമാക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ ആഗസ്റ്റ് മാസം 26-ാം തീയതി വരെ 2-ാം ഭാവത്തിലും പിന്നീട് 3-ാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നതുകൊണ്ട് ഈ അശ്വതി നക്ഷത്രക്കാരിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. കൂടാതെ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിലും വിദ്യാമാതുലകാരകനായിട്ടുള്ള ബുധനാണെങ്കിൽ ആഗസ്റ്റ് മാസം 22-ാം തീയതി വരെ 5-ാം ഭാവത്തിലും പിന്നീട് കേന്ദ്രഭാവത്തിലും സഞ്ചരിക്കുന്നതിനാലും 5-ാം ഭാവാധിപതിയായിട്ടുള്ള സൂര്യനാണെങ്കിലോ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ സുഖസ്ഥാനത്തും പിന്നീട് സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് 5-ാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നതിനാൽ വിദ്യാർത്ഥികളിൽ വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും മനോബലവും അഭിവൃദ്ധിയും കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. കൂടാതെ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോൾ കർമാധിപനായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിലോ വക്രത്തിൽ തൻ്റെ സർവാഭീഷ്ടസ്ഥാനമായിട്ടുള്ള കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നതിനാലും ഈ സമയത്ത് ഭാഗ്യാധിപനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ കർമ്മസ്ഥാനത്തേക്ക് വരുന്നതിനാൽ കർമ്മസംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. കൂടാതെ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലാണെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ്. ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, ആഗസ്റ്റ് മാസം 25-ാം തീയതി മുതൽ നിവൃത്തിനാഥനായിരിക്കുന്നതായ ശുക്രൻ 6-ാം ഭാവമായിട്ടുള്ള തൻ്റെ നീചരാശിയായിട്ടുള്ള കന്നിരാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാലും 6-ാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റേതായിട്ടുള്ള സാന്നിധ്യമുള്ളത് കൊണ്ട് ആഗസ്റ്റ് മാസം 25-ാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് കർമ്മസംബന്ധമായിട്ട് പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ഈ സമയത്ത് നിവർത്തിച്ച് കിട്ടേണ്ടുന്നതായിട്ടുള്ള പല കാര്യങ്ങളിലും തടസ്സങ്ങളും വിഷമാവസ്ഥകളും വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ്. ധനസന്താനകാരകനും ഭാഗ്യാധിപനുമായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 2-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതിനാലും
ഈ സമയത്ത് 2ാം ഭാവനാഥനായിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ നിവൃത്തിനാഥനായിക്കൊണ്ട് 7ാം ഭാവനാഥനായിക്കൊണ്ട് 5ാം ഭാവത്തിലൂടെ സഞ്ചരിച്ച് ലാഭസ്ഥാനത്തേക്ക് ഈ ശുക്രൻ്റേതായ ദൃഷ്ടി വരുന്നതുകൊണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ ധനപരമായിട്ടും ലാഭകരമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ്. പ്രത്യേകിച്ച് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ സന്താനഭാവങ്ങളിലായാലും കൂടുതലായിട്ടുള്ള അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് കുടുംബത്തിൻ്റേതായ സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറച്ചൊക്കെ മെച്ചപ്പെടുവാൻ സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, ആഗസ്റ്റ് മാസം 25-ാം തീയതിക്ക് ശേഷം ഈ ശുക്രൻ നീചരാശിയായിട്ടുള്ള തൻ്റെ നീചരാശിയായിട്ടുള്ള കന്നിരാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാലും, പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം, ആഗസ്റ്റ് മാസം 25-ാം തീയതിക്ക് ശേഷം ഈ ശുക്രൻ നീചരാശിയായിട്ടുള്ള കന്നിരാശിയിലൂടെ ബലക്ഷയത്തോടു കൂടി സഞ്ചരിക്കുന്നതിനാലും, ശത്രുഭാവമായിട്ടുള്ള കന്നിരാശിയിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യമുള്ളതിനാൽ, വിശേഷിച്ച് 12ാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്താണെങ്കിൽ രാഹു നിൽക്കുന്നത് കൊണ്ട് ആഗസ്റ്റ് മാസം 25-ാം തീയതിക്ക് ശേഷം ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് ധനപരമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങളിൽ നഷ്ടം വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ്. അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം ഉണ്ടാകാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യുന്നതും സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട്. ഈ സമയത്ത് ശിവന് ചന്ദനച്ചാർത്ത് ചെയ്യുന്നതും രാഹു പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്.